അഴിമതി മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി ഭരണ സംവിധാനം ഉപയോഗിക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി ഇനിയെങ്കിലും സത്യം തുറന്നു പറയണമെന്നും പിണറായി ആളുകളെ കബളിപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കെ റൈസ് എന്നാൽ കിട്ടാത്ത റൈസാണെന്നും കെ റെയിൽ എന്നാൽ കിട്ടാത്ത റെയിലാണെന്നും കെ ഫോൺ എന്നാൽ കിട്ടാത്ത ഫോണാണെന്നും സർക്കാർ പദ്ധതികളെ പരിഹസിച്ചുകൊണ്ട് കെ. സുരേന്ദ്രൻ പറഞ്ഞു. ആളുകളെത്തും, ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ്. അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ്. പത്തനംതിട്ടയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ്, അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും. കഴിഞ്ഞ 4 തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോഴും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ്. കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പാലക്കാടും 19-ാം തീയതി അദ്ദേഹം ഒരു 10,000ങ്ങൾ പങ്കെടുക്കുന്നു, റോഡ് ഷോയിൽ പങ്കെടുക്കും. അല്ല, ഇവിടെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയിൽ നിന്നാണ് ആളുകൾ വരുന്നത്. സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു 1,00,000 ആളുകളെങ്കിലും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കിട്ടാനില്ല സാർ, എവിടെ കിട്ടാനില്ല. ഇത് ഇവരുടെ കെ ഫോണും കെ റൈസും കെ റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. കിട്ടാത്ത റൈസ് പറയട്ടെ. കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിൽ. ചുമ്മാ അടിച്ചിറക്കുന്ന കിട്ടാത്ത ഫണ്ടൊക്കെ സുപ്രീം കോടതി കൊടുത്തു തുടങ്ങിയല്ലോ. എന്ത് കൊടുക്കുന്ന? ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. വായ്പ എടുക്കാൻ കൊടുക്കാണ്. ഇത് അവകാശമല്ല, അവകാശമല്ല. ഗവൺമെന്റ് ഒരു സഹാനുഭൂതി കാണിക്കുകയാണ്. സുപ്രീം കോടതി എന്താ വേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ്. ഇവർക്ക് ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. അല്ല, കോടതി പല കാര്യങ്ങളും പറയില്ല. കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നില്ല, അതിലൊരു സംശയമില്ല. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല. കേരളത്തെ സഹായിക്കണം, കേരളത്തെ സഹായിക്കണം ഒരു വിധി തീർപ്പായിട്ടില്ല. നമുക്ക് വിധി വരുന്നവരെ കാത്തിരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ CPM-ന്റെ ക്യാപ്സൂൾ അതേപോലെ നിങ്ങൾ